പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. നമ്മളിപ്പോൾ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുക. ഈ ഗ്രൂപ്പിന്റെ പേര് ലിസാനുൻ അറബിയുൻ എന്ന. ഇത് കേൾക്കുമ്പോൾ ചില സഹോദരങ്ങൾക്കെങ്കിലും അബ്ജദ് ഹവ്വസ് ഹുത്തി കലമൻ എന്ന് പറയുന്ന ക്രമത്തിൽ തുടങ്ങുന്ന 28 അക്ഷരങ്ങൾ, അതാണ് ലിസാനുൻ അറബിയുൻ എന്നുള്ളത് തെറ്റിദ്ധരിക്കും. അപ്പോൾ ആമുഖമായിട്ട്, ഇതൊരു ക്ലാസ്സിൻ്റെ നമ്മളുടെ പഠനത്തിൻ്റെ തുടക്കമല്ല, ആമുഖമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ്. ലിസാൻ എന്താണ്, ലുഗത്ത് എന്താണ് എന്നുള്ളതൊന്ന് വേർതിരിച്ച് പറയാം. ശരിക്കും ലിസാൻ എന്ന് പറഞ്ഞാല് ഓരോ മനുഷ്യന്റെയും നിലവിലുള്ള വഴിയുൽ ആനി എന്നാണ് ഞങ്ങൾ അതിന് അറബി പറയാം. വഴി എന്ന് പറഞ്ഞാൽ ബോധതലം. വഴി എന്ന് പറഞ്ഞല്ലോ, ഖുർആൻ തന്നെ പറഞ്ഞ വാക്കാണ് വഴി. അതാണ് ഉൾക്കൊള്ളുക. അപ്പൊ നമ്മുടെ ബോധതലം ഇപ്പോൾ എത്തിപ്പെട്ട മേഖല ഏതാണോ ആ മേഖലയിൽ നിന്നുകൊണ്ട് നമ്മോട് എന്താണോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ലിസാൻ. നാളത്തെ ബോധതലത്തിലെത്തുമ്പോൾ അത് മറ്റൊന്നായിരിക്കും നമ്മളോട് സംസാരിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ആ ലിസാൻ. ഇനി ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബോധമണ്ഡലം ഉയർന്നിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഉപയോഗിക്കാത്ത ആളുകൾക്ക് ആ ബോധതലം താഴോട്ട് പോന്നിട്ടുണ്ടായിരിക്കും. തീരെ ഉപയോഗിക്കാതെ, ചിന്തിക്കാതെ, പഠിക്കാതെ, മനസ്സിലാക്കാതെ ഇരിക്കുന്ന ആളുടെ ബോധമണ്ഡലങ്ങൾ താഴോട്ട് പോരുക. അപ്പോൾ ആ മേഖലയിൽ നിന്നുകൊണ്ട് അപ്പോൾ അയാളോട് സംസാരിക്കുന്നത് എന്തോ അതാണ് അയാളുടെ ലിസാൻ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി എന്ന് പറഞ്ഞത്. ഒരു ജനതയുടെ ഭാഷയിലല്ലാതെ റസൂലിനെ അയക്കൂല എന്നല്ല. ഓരോ വ്യക്തികളും എവിടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ദൈവത്തിൻ്റെ ദൂത് അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുക, ദൈവത്തിൻ്റെ ദൂത് അവന് വന്നുകൊണ്ടിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. വിദ്യാഭ്യാസമില്ലാത്ത റിമോട്ട് ഏരിയകളിൽ ദൈവിക സന്ദേശം ജീവിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ദൈവിക സന്ദേശം വേറെ. സന്ദേശം എന്ന് പറയുമ്പോൾ നമ്മളൊരു ബുക്കിലുള്ള കാര്യമല്ല പറയുന്നത് എന്ന് എൻ്റെ ശ്രോതാക്കൾക്ക് എന്തായാലും മനസ്സിലാവും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പൊ ലിസാൻ എന്ന് പറയുന്നത് നമ്മൾ അൽഫ് ബാഗ് താഗ് സാഗ് എന്ന് തുടങ്ങുന്ന 28 അക്ഷരങ്ങളോ അബ്ജദ് കൊണ്ട് തുടങ്ങുന്ന 28 അക്ഷരങ്ങളോ അല്ല, മറിച്ച് ഒരു മനുഷ്യന്റെ നിലവിലുള്ള ബോധമണ്ഡലം. ബിവയിൽ മർഹലത്തി എന്നും പറയാം. ഏതൊരു മർഹലയിലാണോ ഒരാളുടെ ബോധമണ്ഡലം ഉള്ളത് ആ ബോധമണ്ഡലത്തിൽ അവനോട് സംസാരിക്കപ്പെടുന്നത് എന്തോ അതാണ് അവന്റെ ലിസാൻ. ലെസൺ എന്ന് പറയുന്നത് അതാണ്. ഇംഗ്ലീഷിൽ ലെസൺ എന്ന് നമ്മൾ പറയും. ദുറൂസ്, പാഠങ്ങൾ എന്ന് പറയും. പാഠങ്ങൾ, അതാണ് ദുറൂസാണ്. ലെസൺ എന്ന് ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾക്ക് അറിയാം. ലെസൺ എന്ന് പറയാൻ എന്താണ്? പാഠങ്ങളാണ്. അത് നമ്മളെ, ആ ദുറൂസുകൾ നമ്മളെ, ആ പാഠങ്ങൾ നമ്മളെ മുത്തത്തവ്വിറത്താകും, മുത്തഗയ്യിറത്താകും. അത് രണ്ടും അറബി വാക്കാണ്. മുത്തത്തവ്വിറ എന്ന് പറയുന്നത് നമ്മളെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകും. മുത്തഗയ്യിറ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. അതാണ് പാഠങ്ങൾ. അതാണ് ഇദ്രീസ് എന്ന് പറയുന്നില്ലേ. ഇദ്രീസ് ഇന്നഹു കാന സിദ്ദീഖ് മക്കാനൻ അലിയ എന്ന് പറയുന്നില്ല. ഉന്നതമായ സ്ഥാനത്തേക്ക് നമ്മളെ എത്തിക്കുകയാണ് ഇദ്രീസ് ചെയ്യുന്നത്. ഇദ്രീസ് ഉന്നതമായ സ്ഥാനത്താണ്, മക്കാനില്ല, പൊസിഷനിലാണ് എന്ന് പറയുന്നത് അതാണ്. കാരണം അവരിൽ ഇദ്രീസ് ദുറൂസ് ഇദ്രീസ്. അപ്പൊ ദുറൂസുകള്, പാഠങ്ങള്, ലെസനും ലുഗത്തും തമ്മിലുള്ള മാറ്റമാണ്. ലുഗത്ത് എന്ന് പറഞ്ഞാൽ ലഹ ഇങ്ങനെ പറയാ, മാറ്റങ്ങളൊന്നും ഉണ്ടാക്കൂല. നമ്മളെ ഒരു കാലഘട്ടത്തിലോ ഒരു പ്രദേശത്തോ നമ്മളെ തളച്ചിടുന്നത് എന്തോ
ഉറപ്പിച്ചു നിർത്തുന്നതെന്തോ അതാണ് ലുഗത്ത് എന്ന് പറയുന്നത്. ലാംഗ്വേജ് എന്ന് പറയാലോ. അത് കാലത്തിനും ദേശത്തിനും പരിമിതമായി ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ഉറപ്പിച്ചു നിർത്തുന്നതാണ്. നമ്മളിൽ തഗയീർ ഉണ്ടാക്കുന്നതല്ല, മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതല്ല, നമ്മെ പുരോഗതിയിലേക്ക് നയിക്കുന്നതല്ല അത് എന്നർത്ഥം. അതിന്റെ വിശദമായ വിവരങ്ങളൊക്കെ പിന്നീട് നമ്മൾ സംസാരിക്കും. ഇപ്പൊ ആമുഖമായിട്ട് ഇതൊരു ക്ലാസിന്റെ തുടക്കമല്ല, ക്ലാസ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ലിസാന് ലുഗത്ത് എന്ന് പറയുന്നത്, ലുഗത്ത് തഗയീർ ഉണ്ടാക്കൂല, തത്വീർ ഉണ്ടാക്കൂല. ലിസാൻ അങ്ങനെയല്ല. ഒരാളുടെ നിലവിലുള്ള ബോധതലത്തിൽ നിന്ന് അടുത്ത ബോധമണ്ഡലത്തിലേക്ക് അവനിൽ തത്വീറും തഗയീറും ഉണ്ടാക്കുന്ന ദുറൂസുകളാണ് അവൻ്റെ ലെസൺ എന്ന് പറയുന്നത്. ഈ മേഖലയിൽ നിന്ന് അവനോട് സംസാരിക്കുന്ന ഒരുപാട് പാഠങ്ങൾ അവന് പഠിക്കുകയാണ്. ആ പാഠങ്ങളിൽ നിന്ന്, ആ ലെസനുകളിൽ നിന്ന് അടുത്ത മേഖലയിലേക്ക് അവന് പോവുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള മാറ്റങ്ങളാണ് സത്യത്തിൽ ലിസാൻ ഉണ്ടാക്കുന്നത്. അതാണ് ഒമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി എന്ന് പറയുന്നത്. അല്ലാതെ അറബിയിലേക്ക് അറബിയായ ദൂതൻ വരിക, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളിലേക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ദൂതൻ വരിക എന്നൊക്കെയാണ് നമ്മൾ അതിന് മനസ്സിലാക്കിയിരിക്കുന്നത്. നേരെ മറിച്ച് ഒരു കൗമിൻ്റെ ബോധതലം എവിടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ മെസ്സേജുകൾ അവന്, ദൈവത്തിൻ്റെ മെസ്സേജുകൾ അവന് കിട്ടിക്കൊണ്ടിരിക്കുക. ആ ലിസാനാണ്, ആ ലെസനുകളാണ് അവനിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നാണ് അതിൻ്റെ ആശയം എന്നുള്ളത്. അതാണ് ലിയുബയ്യിന ലഹും, അവർക്ക് കാര്യങ്ങൾ അപ്പോഴാണ് ബയാനാവുകയുള്ളൂ എന്നുള്ളതാണ് പിന്നീട് ആ ആയത്തിൽ വിശദീകരിക്കും. അതിനി തുടർന്ന് നമുക്ക് വിശദമായിട്ട് ലുഗത്ത് എന്താണ്, ലിസാൻ എന്താണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അപ്പോൾ അലിഫ് ബായി തായ് സാഹ് ജിമു ഹായ് ദാല് എന്ന് നമ്മൾ കുട്ടിക്കാലത്ത് മദ്രസയിൽ പഠിച്ച ആ അക്ഷരമാലാക്രമമായാലും അബ്ജദ് എന്നുള്ള അക്ഷരമാലാക്രമമായാലും ഇത് രണ്ടും ലിസാൻ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളിൽ തത്വീറും തഗയീറും ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന നമ്മുടെ ബോധതലം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഏതാണോ ആ അവസ്ഥയിൽ നമ്മളോട് സംസാരിക്കുന്ന അധ്യാപനങ്ങളാണ്, പാഠങ്ങളാണ് നമ്മളുടെ ലിസാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആമുഖമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ലെസൺ എന്ന ഇംഗ്ലീഷിൽ വന്ന വാക്ക് ലിസാൻ എന്നുള്ളതിൽ നിന്നാണ് എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. സലാം.